Okay, so എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നെറ്റ്വർക്കിന്റെ കൺസെപ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്ന സമയത്ത് ഇതൊന്നുകൂടെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ആ സമയത്ത് കുറച്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഗ്രാം എന്ത് കിട്ടുന്നത് അല്ലെങ്കിൽ വെക്ടേഴ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഗ്ലോവ്. ഈ കലയ്ക്കകത്ത് ഈ ഗ്ലോവ് എന്നൊക്കെ പറയും. ഓക്കെ, നമുക്ക് പറയും ഗ്ലോവിന്റെ പേരിന് global vector for world representation. എന്തായിരിക്കും ഇത്? നമ്മൾ എന്താണ് സെന്റൻസ് ആണ് അല്ലേ? എന്താ ഇൻപുട്ട് എന്താണ് തോന്നുന്നത്? സെന്റൻസ് പോയിട്ട് അതിനകത്തുള്ള എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഒരു വേർഡ് ചെയ്യുന്നതാണ് ചെയ്യുമെന്ന് പറഞ്ഞത്. വേർഡ് പോയിട്ട് കംപ്ലീറ്റ് സെന്റൻസിന്റെ കോണ്ടാക്ട് എടുക്കുന്നതിനെയാണ് കിഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴും നമ്മുടെ കോണ്ടാക്ട് വരുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സിംഗിൾ സെന്റൻസ്. അടുത്ത സെന്റൻസിലേക്ക് പോകും, എന്നിട്ട് പഠിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ നോവൽ വരാൻ കാരണം കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റ് ഇതാണ് മേഖലയായിട്ട് വരുന്നത്. ഒരു co-occurrence matrix ഫസ്റ്റ് രണ്ട് സെന്റൻസിന്റെ
മെട്രിക്സ് ഫോം ചെയ്യും. ഓക്കെ, സോ അപ്പൊ ഞാൻ അവിടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഞാൻ നോക്കും ഹീയും ഷീയുമായിട്ട് എവിടെയെങ്കിലും ആവുന്നുണ്ടോ. ഒരു സെക്കൻഡിൽ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഷീയും ഈസുമായിട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടോ. പിന്നെ ഷിയും എയുമായിട്ടുണ്ടോ. പിന്നെ എങ്ങനെയായിരിക്കും സിയും ഗുരുവായിട്ട് അവിടെ ഞാൻ വേണം സീറോ ആയിരുന്നു. ഇങ്ങനെ ഒരു മാട്രിക്സ് ഞാൻ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഓക്കെ, താഴോട്ട് സെയിം പാറ്റേൺ മനസ്സിലായല്ലോ. താഴെ അടുത്ത വരുന്നതായിരിക്കും ഈസും ഹീയും അല്ലെങ്കിൽ ഹീ ഉണ്ടല്ലോ പണ്ട് വരും. ഓക്കെ, ബാക്കി ഈസും ഈസുമായിട്ട് അത് വരും. ഓക്കെ, പിന്നെ ഈസും എയും. ഓക്കെ, അത് വന്നത്. ഓക്കെ, ഈ ഒരു കോ ഒക്കറൻസ് അടുത്തടുത്ത് വരുന്നുണ്ടോ എന്നുള്ള ഒരു ഒക്കറൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഒക്കറൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഇതെല്ലാം കോഡ് ചെയ്തിട്ടായി നിങ്ങൾ മറ്റേ നമ്മൾ അത്ര പറഞ്ഞ എക്സ്പ്ലനേഷൻ നമ്മൾ അത്രയും ലെങ്ത്തിൽ എഴുതി ചെയ്യേണ്ട കാര്യമുണ്ടോ. ലൈക്ക് ഓൾറെഡി ഒരു ലൈബ്രറി ഓൾറെഡി ഇതിന്റെ കോഡൊക്കെ വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൈബ്രറി കോൾ ചെയ്യാൻ നമ്മൾ ആഡ് ഇട്ട് കൊടുക്കുക. എത്ര പരിപാടി ഉള്ളൂ. പറഞ്ഞുതരാനാണെങ്കിൽ ഒത്തിരി എടുക്കും. ദിവസം തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ പക്ഷേ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കണം. എന്നാലും നിങ്ങളിപ്പോ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ വർക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ പറയുന്നത് കോഡ് കൊടുത്തു ഔട്ട്പുട്ട് കിട്ടിയെന്ന് പറയാറ് ഇങ്ങനെ അതിന്റെ മാത്തമാറ്റിക്സ്. ഓക്കെ, സോ പിന്നെ ഇത് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഇങ്ങനെ മെട്രിക്സ് ഫോം ചെയ്തിട്ട് പ്രോബബിലിറ്റി ആണ് divided by ഒരു പർട്ടിക്കുലർ ഒക്കറൻസ് എന്താണെന്നുള്ള പ്രോബബിലിറ്റി ആണ് അല്ലേ. ij എന്ന് പറയുമ്പോൾ രണ്ട് നമ്മളിവിടെ രണ്ട് സെന്റൻസ് ആണ് അല്ലെങ്കിൽ പറഞ്ഞത് ഓയും ഓളോ ആണ്. ആ ij എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ അതിന് എക്സൈൻഡ് എന്തായിരിക്കും വാല്യൂസ്. ഒബ്വിയസ്ലി നമ്മൾ ഈ വാല്യൂസ് ആയിരിക്കും അല്ലേ, ടിഒ ടിഒ പിന്നെ ഈ വാല്യൂസ് ഒക്കെ ആയിരിക്കും ഇവിടെ എക്സൈയോ എന്തായിരിക്കും. ഇയാണ് എടുക്കുന്നതെങ്കിൽ എടുക്കുന്നത് കംപ്ലീറ്റ് ഡോക്യുമെന്റിൽ എന്ത് ആ ഐ എന്ന് പറയുന്നത് ഐ എന്ന് പറഞ്ഞപ്പോൾ ഇ ആണെങ്കിൽ സി ആണെങ്കിൽ സി അതെത്രണ്ണമുണ്ട്. ഇവിടെ ചിലപ്പോ റോബോട്ട് സാധനം എല്ലാം എടുത്തുള്ളൂ. റോബോട്ട് എത്ര എടുത്തുള്ളൂ, റോബോട്ടിയുടെ വാല്യൂസ് എടുത്തോണ്ട് പറയാം 0 to 1 വരെ എടുത്തുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ എക്സൈഡ് വാല്യൂസ് എപ്പോഴും എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഡോക്യുമെന്റ് കൂടിയേ നിൽക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും മുകളിലത്തെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ, കുറഞ്ഞേ നിൽക്കത്തുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ
ഇത് മനസ്സിലായല്ലോ ഇങ്ങനെ അതും ഓപ്പറൻസ് മെട്രിക്സ് വരയ്ക്കും മൾട്ടിപ്പിൾ സംഘത്തോടെ വെച്ചിട്ട് റോബോട്ടിക് റേറ്റ് എസ് ഐയുടെ വാല്യൂസ് എടുക്കുക നമ്മുടെ മെട്രിക്സിനകത്തുള്ള വാല്യൂസ് ഡിവൈഡഡ് ബൈ എക്സ് ഐ എന്ന് പറയുമ്പോൾ ആ ഇതിൽ ഇത്ര മനസ്സിലായോ? ഇതിൽ കുഴപ്പമുണ്ടോ? എന്നിട്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ബേസിക് ഇവിടെ ഇപ്പൊ നമ്മളുടെ നിലവിൽ നോളജ് സാധാരണ മാത്തമാറ്റിക്കൽ ഇത് മാത്രമല്ലേ ചെയ്യത്തുള്ളൂ, ഓപ്പറേഷൻ മാത്രമേ ചെയ്യത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെയിറ്റ് മെട്രിക്സ് ഉണ്ടാകുന്നു രണ്ടിന്റെയും ഐന്റെ ജെയിന്റെ രണ്ട് ജെയിംസിന്റെയും വെയിറ്റ് മെട്രിക്സ് ഉണ്ടാക്കുകയും അത് തമ്മിൽ ഒരു കണക്ഷൻ ഓപ്പറേഷൻ മേ ബി പ്ലസ് ആയിരിക്കും, മേ ബി ഒരു ഇതിന്റെ വാല്യൂ ആയിരിക്കും ഈ ഒരു ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കെ എന്തായിക്കോട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോഴത്തേക്കും നമ്മൾ കെ വെച്ച് മൾട്ടിപ്ലൈ ആണല്ലോ. അതാണ് ഒരു ഈ പറഞ്ഞ കിട്ടുന്ന പ്രോബബിലിറ്റി ലൈക്ക് നമ്മുടെ ഗെയിം മെട്രിക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ അവിടെ കെ ഇൻറ്റു നമ്മുടെ ഇതിൽ നിന്നാണ് ഗെയിം മെട്രിക്സ്. ഇതാണ് നമ്മുടെ ഇത് വെച്ചിട്ട് എന്താണ് നമ്മുടെ ഓരോരോ വേർഡ്സ് ആണ് അല്ലേ? വേർഡ്സിന്റെ വെയിറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അത് നമുക്ക് ഓക്കെ. സോ അത് ഫ്ലോർ നെറ്റ്വർക്കിന്റെ ട്രെയിനിങ് ആണ്. നെറ്റ്വർക്ക് എന്താണ് അതിന്റെ കൂടെ പറഞ്ഞു അതിന് കുറച്ചുകൂടെ ക്ലിയർ ആയില്ല. അതെങ്ങനെ വർക്ക് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്താണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ നിങ്ങളുടെ ബ്രൗസർ എടുത്ത് ജസ്റ്റ് ഗ്ലോ എൻബഡിങ് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യാം. ഫസ്റ്റ് വരുന്ന സ്റ്റാൻഫോർഡിന്റെ ഒരു സൈറ്റാണ്. ഓക്കെ, ഞാനല്ല ഇവിടെ നിങ്ങൾക്ക് ഗ്ലോസ് ക്ലിക്ക് ചെയ്ത്
പാരാമീറ്റർ പിന്നെ ഈ ടിപ്പിൽ തന്നെ കുറച്ച് ഞാൻ 6 ബില്യന്റെ ആണ് ഈ ബില്യൺ എന്തുകൊണ്ടാണ് ഈ ബില്യൺ ബില്യൺ ഉണ്ട് 40 ബില്യൺ ഉണ്ട് 40 ഉണ്ട് ഇതിനായിരിക്കും ഇത് ട്രെയിൻ ചെയ്ത മോഡലാട്ടോ ഗ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് വർക്ക് എടുത്തില്ലേ സെയിം പാറ്റേൺ ഇതൊക്കെ നമ്മൾ എക്സ്റ്റേണലി എടുക്കണം ഞാൻ റീഡ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഓക്കെ വരച്ച് നോക്കാം അതിന്റെ കറക്റ്റ് അതിനെ പറയാം ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം പേപ്പറിലൊക്കെ പിടിക്കാം ഇപ്പൊ നമ്മള് സാധാരണ കിങ്ങും ക്യൂനുമായിട്ട് റിലേഷൻ കിങ്ങും ക്യൂണ്ട് ഇപ്പൊ ഞാനൊരു ഇത് അസൈൻ ചെയ്തു ഒരു ക്ലസ്റ്റർ അസൈൻ ചെയ്തു ഇന്ത്യ ഡൽഹി ഇന്ത്യ ഡൽഹി ജർമ്മനി ബെർലിൻ എന്താ മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ ആ ഒരു നിയറസ്റ്റ് നെയ്ബർ ലൈക്ക് ക്യാപിറ്റൽ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ അത് ഒന്നല്ല വരുന്നത് മേ ബി ബെർലിന്റെ അടുത്തുള്ള വേറെ ബന്ധപ്പെട്ടതായിരിക്കും ഇന്ത്യയിൽ വരുന്നത് പക്ഷേ എന്തായാലും പ്രോമോട്ട് കൂടുതൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ചെഞ്ച് ചെയ്ത് നിൽക്കുന്ന വാല്യൂ കൂടുതൽ എപ്പോഴും എന്തിനോട്ടായിരിക്കും ബെർലിനിലോട്ടായിരിക്കും ജർമ്മനിക്ക് വരുന്നത് സോ നിങ്ങൾ ഇതിനെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സിപ്പ് ഫയലായിരിക്കും സിപ്പ് എന്താണെന്ന് അറിയാലോ സിപ്പ് ഫയലായിരിക്കും ആ സിപ്പ് ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടും പല പല ഡയമെൻഷനുകളുണ്ട് ഈ ഡയമെൻഷനുകളുണ്ട് 100 ഡയമെൻഷനുകളുണ്ട് ഇത് അവിടെ നിന്ന് കിട്ടും നിങ്ങൾ അവിടെ ചെയ്താൽ ഇതെങ്ങനെയാണ് ബോർഡിൽ അത്ര എണ്ണം കൊടുക്കുക സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ജെൻസിമിനകത്തുള്ള ഒരു API പൊളിയാണ് ഈ API വെച്ചിട്ടാണ് ഞാൻ ഗ്ലോവിന്റെ മോഡൽ ഡൗൺലോഡ് ചെയ്തത് അതിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട് ഏത് ഗ്ലോവിന്റെ ഏത് മോഡൽ നമ്മൾ ഓപ്പണിംഗ് അപ്പൊ നിങ്ങൾ ഞാനിവിടെ അസൈൻ ചെയ്തത് നമ്മുടെ എവിടെ കാണുന്നത് എന്റെ ഈ ഫോണിൽ കാണാം ഈ പേരാണ് അവിടെ കൊടുത്തത് ഓക്കെ അത് കൊടുത്തിട്ട് ഞാനൊരു ടെക്നിക്സ് ഫയലാണ് യൂട്യൂബ് പേര് എന്താണെന്നറിയോ യൂണിക്കോഡ് അല്ലേ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ മലയാളം ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചിലത് നോക്കിയാണ് പെട്ടെന്ന് കോപ്പി ചെയ്തിട്ട് വേറെ തുറക്കാൻ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഫോണ്ടിന്റെ ഇഷ്യൂ ഉണ്ടാകും ഫോണ്ടൊക്കെ ആണെങ്കിൽ ചിലതില് ചില ലിബ്രെ ഓഫീസിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മലയാളം ഓൾറെഡി ഇവര് കൂട്ടിയ പേറ്റ് നമ്മുടെ യൂണിക്കോഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് എല്ലാ ലാംഗ്വേജിലും പറ്റിയതാണ് അപ്പൊ എനിക്ക് അത് വിളിക്കുമ്പോഴത്തേക്ക്
ഇവിടെ ഫോണ്ടിന്റെ ഇഷ്യൂ എടുത്ത് നമ്മുടെ മലയാളം ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ മലയാളമോ അതേപോലെ വേറെ ഇഷ്യൂള്ള പല ലാംഗ്വേജസ് ഉണ്ട്. അതിനെല്ലാം ആ ഇഷ്യൂ സോൾവ് ആക്കിയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ഇവിടെ എങ്ങനെ കൊണ്ട് കൊടുക്കണം? മറ്റേ ലോക്കൽ കിടത്തോ അതല്ലേ? ഈ ലോക്കൽ കിടത്തോ? ലോക്കൽ അല്ലേ? സിസ്റ്റത്തിൽ കിടക്കല്ലേ? ഇതിന്റെ വേറെ എൻവയോൺമെന്റ് ഇത് ഏത് എൻവയോൺമെന്റ്? ഗൂഗിളിന്റെ സർവറിലിട്ടാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയാൽ ഈ ഇതിലിട്ട് നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ഭയങ്കര 350 ഞാൻ നമ്മൾ നോർമലി ഡൗൺലോഡ് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, നെറ്റ് അത് തന്നെ ആയിരിക്കും. അല്ല നമ്മൾ ഗൂഗിളിന്റെ സർവറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് ഇത്രയും പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കപ്പെടും. അപ്പൊ നല്ല സ്പീഡായിരിക്കും, നല്ല ഡൗൺലോഡ് സ്പീഡ് കൂടെ. സോ ഇത് നിങ്ങൾ ഇവിടെ കൊണ്ട് ഇടാൻ പറ്റും. ഇത് പഠിക്കാൻ ഇവിടുത്തെ ഫയൽസ് ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണോ? ഫയൽസ് എങ്ങനെയാണ്? ഒന്നെങ്കിൽ നിങ്ങൾ റൂട്ട് കിട്ടുക. പക്ഷെ ആളുകൾ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ മേ ബി നല്ല സൈസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ ഈ കൊളാബ് ലിങ്ക് ചെയ്തേക്കുന്നത് ഒരു ജിമെയിൽ അക്കൗണ്ട് ഇല്ലേ? അപ്പൊ ജിമെയിൽ അക്കൗണ്ടിന്റെ ഡ്രൈവിൽ കൊണ്ടിട്ടിട്ട് ഡ്രൈവ് മൗണ്ട് ചെയ്യാൻ പറ്റും. ഡ്രൈവ് മൗണ്ട് ചെയ്യുന്ന ബോർഡ് ഉണ്ട്. ബോർഡിന്റെ ആവശ്യമില്ല. ഡ്രൈവ് മൗണ്ട് ചെയ്യുന്നത് ഈ സാധനം ഉണ്ടോ? അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കണക്ട് ടു ഗൂഗിൾ ഡ്രൈവ് തരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫോൺ ചിലവർക്ക് ബോർഡ് ആയിരിക്കും. ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഡ്രൈവറായിട്ട് മൗണ്ട് ആവും. ഓക്കെ, സോ ഈ ഡ്രൈവ് ഞാൻ ഇപ്പൊ കണ്ടോ, ഇനി നമുക്ക് ഡ്രൈവ് കൊണ്ട് ഡിസ്പ്ലേ ഇപ്പൊ ഡ്രൈവിൽ ഓപ്പൺ ചെയ്തിട്ട് ഡ്രൈവ് കൊടുത്തിട്ട് നോക്കുമ്പോ ഇപ്പൊ കണ്ട കുറെ സാധനമുണ്ട്. ഇതിപ്പോ നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ഡ്രൈവില്. അവിടെ ഉണ്ടെങ്കിൽ ഇതാണ് നിലവിൽ ഇരിക്കേണ്ടത്. ഇതാണ് എന്റെ പാപ്പായത്. നമ്മൾ ആ കൊണ്ടിട്ട ഡ്രൈവ് കൊണ്ടിട്ട ഇതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ആ പാത്ത് കൊടുക്കുക. അപ്പൊ അതിന് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം, കോപ്പി പാത്ത് കൊടുക്കുക. എന്നിട്ട് ആ കോപ്പി ക്ലിക്ക് കോപ്പി അയക്കും. അത് എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊണ്ടുവന്ന് ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെയാണ് ഡൗൺലോഡ് ആണെന്നുള്ളത് ചെയ്യാം. അതും സെയിം പാറ്റേണിൽ നമ്മളെ ഇപ്പം ഇതിനകത്ത് ഓപ്പറേഷൻ ഇതൊരു TXT ഫയൽ ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ വേർഡ്സിന്റെ അതിനകത്ത് കുറെ വേർഡ്സ് ആണ്, ഇംഗ്ലീഷ് എല്ലാം തരുന്ന വേർഡ്സ് ആണ്. അതിനകത്ത് ഞാൻ പറഞ്ഞേക്കാം ഫോൾഡർ വേർഡ് എന്ന് പറയുന്നത് വാല്യൂസ് ഓഫ് 0 ഞാൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഇൻഡെക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് np ഡോട്ട് അറേ കോഎഫിഷ്യൻസ് ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ കോഎഫിഷ്യൻസും എംബഡിങ്സും ഉണ്ട്. കോഎഫിഷ്യൻസ് അതിന്റെ അറേയിലുള്ള വാല്യൂസ് ആണ്. ഓക്കെ, വിത്ത് വാല്യൂസ് ആയിരിക്കും. ഇങ്ങനെ പറഞ്ഞ വേർഡ് അതിന്റെ അടുത്ത വാല്യൂസ് ഇങ്ങനെ പോകുന്നു. സോ എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യാം, എംബഡിങ് ഇൻഡെക്സ് എടുക്കാം. ഓക്കെ, അതായത് ക്ലോസ് ചെയ്യണം. ഫയൽ ക്ലോസ് ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്യണം. ക്ലോസ് ചെയ്യുന്നു. ഞാൻ വേർഡ് കിങ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എംബഡിങ് ഇപ്പൊ നമ്മുടെ എംബഡിങ് ഇൻഡെക്സ് ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വേർഡിന്റെ നെറ്റ് ഇതാണ്. നെറ്റ് നിയറസ്റ്റ് നെയ്ബേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിയറസ്റ്റ് നെയ്ബേഴ്സ് എന്തൊക്കെയാണ് പ്രിന്റ് ചെയ്യും. ഇത് എനിക്ക് കിട്ടുന്നത് മനസ്സിലായോ? ഇവിടെ നോട്ട് നെറ്റ് നിയറസ്റ്റ് നെയ്ബർ കൊടുത്തത് നിയറസ്റ്റ് അണ്ടർസ്കോർ നെയ്ബർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള നെയ്ബർ അതിന്റെ പതിട്ട് വാല്യൂസ് ഇങ്ങനെ ചൂടാ അല്ലെങ്കിൽ ബാക്കി കോളം
ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാല്യൂസ് അതിനനുസരിച്ച് പറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലേ. ഇപ്പൊ ഇത് എന്താ ചെയ്യുന്നത്? സിമ്പിളി ഇവിടെ കുറെ വൊക്കാബുലറിയാണ്. ആ വൊക്കാബുലറി നമ്മൾ ഇത് മൊത്തം എന്ത് ചെയ്യും? പലർന്ന് ഡയമെൻഷൻ കിടക്കും. എന്നത്തിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ റിയാക്ഷൻ നടന്നത് ഏറ്റവും അടുത്ത് ഓരോ കോൺടാക്ട്. ഇപ്പൊ നമ്മൾ സാധനം ട്രെയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് വീണ്ടും ഒന്ന് ഇത് വീണ്ടും കറങ്ങിയിട്ട് ഇതാണ് സംഭവിക്കുന്നത്. ആണ് ഒരു വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. അതിനെന്താണ് എന്തായിരുന്നു? എന്തായിരുന്നു ക്രിയാനുള്ള കാര്യങ്ങളൊക്കെയാണ്. എത്ര ഡയമെൻഷൻ വേണമെങ്കിൽ കൊടുക്കുക. കൊടുത്തിട്ട് പിന്നെ മനസ്സിലായില്ല. അത്രയും 300 അല്ലെങ്കിൽ 500 ഇതെല്ലാം കേട്ടിട്ടുള്ളത് എന്ത് അറിയാവുന്നവരെന്നല്ല കേട്ടിട്ടുള്ളത്. നിങ്ങൾ കേട്ടില്ല? എവിടെ കേട്ടിട്ടുള്ളത്? കേട്ടില്ല. അതിന്റെ ഏതെങ്കിലും മോഡലൊക്കെ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മോഡൽ കേട്ടിട്ടുണ്ടോ? അങ്ങനെ യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മോഡൽ പറഞ്ഞാൽ ഏതാണ് യൂട്യൂബ് പ്രശ്നം? അങ്ങ് ദൂരെ ഉള്ളത് നമ്മൾ ലാഭം എടുത്ത് നോക്കും. ഓർഡർ പോവാണെങ്കിൽ ആ ഒരു പ്രത്യേകിച്ച് ഏതോ ലാഭം ഇങ്ങനെ പറയുന്നതാണ്. ഇതിന്റെ എല്ലാം ഫസ്റ്റ് സാധനങ്ങൾ അത് പഠിച്ചിരുന്നാല് അത് പഠിച്ചിരുന്നതിനാൽ എനിക്ക് ബാക്കിയല്ല. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ളതൊക്കെ ഇതിൽ നാളെല്ലാം ഉണ്ടായത്. അതിനകത്ത് വലിയ സാധനമൊന്നുമില്ല. എക്സ്പോർട്ടാണ്. അതിന് ഡീകോഡറോട് ആദ്യം ലെയേഴ്സ് എല്ലാം മാത്രം മാറ്റി കൊടുക്കും. ബർത്തിനാണെങ്കിൽ പൈറ്റോളായിരിക്കും വെളിയിലെ. അത് ഫിക്സ്ഡ് ആണ്. അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാലും പെർഫോമൻസ് അറിയാം. ഇത് ഇവർ ട്രെയിൻ ചെയ്ത് കണ്ടുപിടിക്കുക. നമ്മള് പൈറ്റോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അവരത് ട്രെയിൻ ചെയ്ത് കണ്ടുപിടിച്ചാണ്. ഓക്കെ, പൈറ്റോൾ അതിനകത്ത് കൂടിയാൽ കുറഞ്ഞാണ് അത് പറഞ്ഞു. ഇതിന്റെയൊക്കെയാണ് പൈറ്റോളായിരിക്കും. അതേപോലെ തന്നെ ലാഭം ആണെങ്കിൽ ഫോട്ടോ ഇങ്ങനെയായിരിക്കും. എന്താണ് എന്തിനാണ് എന്റെ ആവശ്യം? ഇത്രയും ടൈപ്പിന്റെ ആവശ്യകത എന്താണ്? ഇത് നിങ്ങൾ എല്ലാ കാലം എഴുപത്തി ഗോവ ഇതറിയാം. കോഡല്ല ഞാൻ പറയാത്ത. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. എന്തുകൊണ്ടോ ചോദിച്ചോ? ഏതെങ്കിലും ഉണ്ടോ മനസ്സിലാവാത്തതോ? ഏതെങ്കിലും ഇഷ്ടമുള്ളതോ? എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ചോദിച്ചു.
മനസ്സിലാവട്ടോ? ഓക്കെ, എഴുത്തുവെക്കില് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ആ ഒരു ഇൻസ്റ്റൻസ് സെന്റൻസ് ഇൻസ്റ്റൻസ് എടുക്കുന്നത് അല്ലേ? ആ ട്രെയിൻ എടുക്കുന്ന സമയത്ത് എന്താണ് ആ സെന്റൻസ് എടുത്ത സെന്റൻസിന്റെ അടുത്തുള്ള വേർഡ് അല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ എന്താണ് മൾട്ടിപ്പിൾ സെന്റൻസ് എടുക്കുന്നത്. എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡോക്യുമെന്റിന്റെ ആ സാധനമാണ്. പിന്നെ രണ്ട് സെന്റൻസ് എടുക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാകുമ്പോഴത്തേക്ക് രണ്ട് സെന്റൻസിന്റെ ഗ്ലോബൽ എന്നാണ് അഭിപ്രായം കൊടുക്കുന്നത്. ഗ്ലോബൽ. സോ അതുകൊണ്ടാണ് ഗ്ലോബിലേക്ക് പോകുന്നത്. ബട്ട് സ്റ്റിൽ പാരാമീറ്റേഴ്സ് കൂടുതലാണ്. നെറ്റ്വർക്കൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇപ്പോഴും പറയട്ടെ, ഇത് പോരാ, എംബഡൻസിന് ഇത് പോരാ. എംബഡൻസിന് ഇത് പോരാത്തതുകൊണ്ടായിരിക്കുമല്ലോ ട്രാൻസ്ഫോമർ വന്നത്. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതുകൊണ്ട് ഞാൻ പോരാന്ന് പറയുമ്പോഴും ഇപ്പൊ ഈ സാധനം തന്നെയായിരിക്കും ഞാൻ നോൺ നെറ്റ്വർക്ക് ഇട്ട് കൊടുക്കുന്നത്. എംബഡൻസ് സെക്കൻഡ് നമ്പേഴ്സ് ആക്കിയിട്ടാണ് നോൺ നെറ്റ്വർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ട്രാൻസ്ഫോമർ ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ ട്രാൻസ്ഫോമർ. അപ്പൊ ട്രാൻസ്ഫോമറിനകത്ത് എത്തുന്നു നല്ല ചോദ്യമാണ്. കേട്ടിട്ടില്ല. എന്തുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ട്രാൻസ്ഫോമർ നോണിറ്റൊക്കെ എന്താണ് വ്യത്യാസം ചോദിച്ചില്ല. എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സമ്മറൈസേഷൻ കൊടുക്കുന്ന സമയത്ത് സെന്റൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ് ഡാറ്റ സെറ്റ് എങ്ങനെ ഓൾ ആ ഒരു സെന്റൻസ് ആ ഒരു ഡോക്യുമെന്റ് അതായത് ആർട്ടിക്കിൾ സമ്മറി അല്ലേ. സോ ഈ ആ എഴുതുന്ന സെന്റൻസിന്റെ ഫുള്ള് ലോ ആകുന്നതിന് കുറച്ചുകൂടെ ഗ്ലോബലായിട്ട് പോകും. അതിന്റെ ആവശ്യം കുറച്ചുകൂടെ ഒരു കാര്യം ഇൻഫർമേഷൻ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ തീർക്കുന്നു. അതുകൊണ്ടാണ് രാമേന്ദ്രൻ രാമത്തിലുണ്ട്. രാമൻ കൂട്ടിപ്പോയ നമ്മൾ എല്ലാവരും പറഞ്ഞത് ഇത് കുറവുണ്ട്, ഇത് കുറവുണ്ട്, ഞാൻ കിട്ടും, ഇത് കൂടുതലായി കാരണം സമ്മറൈസേഷനകത്ത് കംപ്ലീറ്റ്ലി സെന്റൻസ് കിട്ടുന്നത് ട്രാൻസ്ലേഷൻ നമ്മളെ ട്രാൻസ്ലേഷൻ അതിന്റെ താഴെയുള്ള സെന്റൻസ് ആയിട്ട് താഴെയുള്ള ആ ഒരു വേർഡ് പ്രത്യേകം വരുന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ വേറെ ലാംഗ്വേജ് വേറെ ലാംഗ്വേജ് അവർക്ക് ഒറ്റ ലാംഗ്വേജ് ഞാൻ ഒരു ലാംഗ്വേജിന്റെ സമ്മറൈസേഷൻ ഓരോ വേർഡ് പ്രത്യേകമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് കംപ്ലീറ്റ്ലി നല്ലതാണ്. കാര്യം ചോദിക്കാം. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് കുറെ ആൾക്കാർ നമ്മൾ
എല്ലാം ഈ പറഞ്ഞ ട്രെയിനിങ്ങിന്റെ ടെക്സ്റ്റിന്റെ സാധനം പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മെഷീൻ ട്രാൻസ്ലേഷൻ പഠിക്കുന്ന സമയത്ത് ആ മെഷീൻ ട്രാൻസ്ലേഷൻ പഠിച്ചാൽ അത് ഫുള്ളായിട്ട് അറിയാമെങ്കിൽ ബാക്കി മെഷീൻ ട്രാൻസ്ലേഷൻ ആണ് എല്ലാവർക്കും ടെക്സ്റ്റ് മാത്രം ഓഡിയോ ഇതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ഓഡിയോ വീഡിയോ പഠിക്കുന്നത് ടെക്സ്റ്റിനെ ബാക്കി പേജ് മാത്രമാണ് ഇതൊക്കെ ഏതൊക്കെ അത് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻപുട്ടും ടെക്സ്റ്റാണ് ഔട്ട്പുട്ടും ടെക്സ്റ്റാണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടില്ല ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ കൊടുത്ത് ആൻസർ കിട്ടണം ആ രീതിയിൽ ട്രെയിൻ ചെയ്യുന്ന പരിപാടി ഓക്കെ അത് നമ്മൾ കോണ്ടാക്ട് ആദ്യം നമ്മൾ കൊടുത്തു എന്നിട്ട് അതിനകത്ത് കോണ്ടാക്ട് ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഡാറ്റാബേസ് പറഞ്ഞു ഡാറ്റാബേസ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അതാണ് എക്സൽ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBM അല്ലേ അതല്ലേ അതിനകത്ത് വരുന്നത് അവ അതിനകത്ത് എന്ത് ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാം എങ്ങനെയൊക്കെ മാനിപ്പുലേഷൻ സ്റ്റോറേജ് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഒന്ന് പിന്നെ എന്ത് ചെയ്യാം അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം റിട്രീവ് ചെയ്യാം ആദ്യം ചെയ്യാം അല്ലേ ഇല്ല അത് മറ്റേ ഫോറിൻ കീ പ്രൈമറി കീ ഒക്കെ ഇല്ലേ അത് ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻ അത് ഞാൻ ഇതിനെ വേണമെങ്കിൽ എടുക്കാം കുറെ സാധനമില്ലേ ഓക്കെ അതേപോലെ ഇതിനുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു കോൺടാക്ട് നമുക്ക് ഈ ഒരു നമ്മൾ പാരഗ്രാഫ് കൊടുക്കുന്നതിനെ ആ പാരഗ്രാഫിന് കിട്ടുന്ന ഒരു കോൺടാക്ട് ഉണ്ടല്ലോ ആ കോൺടാക്ടിന് ഒരു ഡാറ്റാബേസിലോട്ട് ആക്കിയിട്ട് ഒരു ഡാറ്റാബേസ് അത് നമ്മൾ ഒരു ഡോക്യുമെന്റ് കൊടുത്താൽ PDF കൊടുത്തിട്ട് ക്രോമാറ്റിക്കിൽ ഇട്ടിട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നു അപ്പം ക്രോമാറ്റിക്കിൽ എടുക്കുന്ന ഈ പർട്ടിക്കുലർ PDF-ന്റെ എന്തൊക്കെ അതിന്റെ കണ്ടലൈൻ ആ രീതിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പല പരിപാടികളും ഇതിനകത്തുള്ള വൈകുന്നേരം ഓപ്പൺ വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് ഇറങ്ങിയാൽ അടുത്ത ലാംഗ്വേജ് അടുത്ത ലാംഗ്വേജ് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത കോൺടാക്ട് ഈ പറഞ്ഞ 22 ലാംഗ്വേജ് ആൾക്കാർ അപ്പൊ തന്നെ എല്ലാം എന്തൊക്കെയായിരിക്കും ഇത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം നമ്മൾ പർട്ടിക്കുലർ ഡൊമൈൻ ബേസ് ചെയ്ത് ചെയ്യാം ഇപ്പൊ എന്റെ ട്രാൻസ്ലേഷൻ ഗൂഗിൾ എടുത്ത് ഫുള്ള് പേരന്റ് ഒന്നും ഇല്ലാതിരിക്കട്ടെ ഫ്രീ ആണ് ഞാൻ നല്ലതാണ് ഞാൻ ചോദിക്കുകയും ചെയ്തു ഓൾറെഡി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇങ്ങനെ ഉണ്ടല്ലോ
അറിയുമോ? എനിക്ക് മനസ്സിലാക്കാം അവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കമ്പനി യൂണിവേഴ്സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യും. ഇഷ്ടം പോലെ കിട്ടാനുള്ള ഏരിയയാണ്. പിന്നെ കാര്യം ചെയ്യുന്നത് അവര് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജിൽ അവർ കുറെ ചെയ്തു. റീസെന്റ് ആക്കിയത് 22-23 ആണല്ല സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ എക്സാമ്പിളായിട്ട് സാധനം പറഞ്ഞു. അവർ ചെയ്തിട്ട് അവർ ട്രാൻസ്ലേഷൻസ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ അവർ സുപ്രീം കോടതി എഴുതിയ ജഡ്ജ്മെന്റ് ഒക്കെ 22 ലാംഗ്വേജിൽ ഈ ഒരു ശിക്ഷ പിന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓർഡേഴ്സ് ഇല്ലാത്ത കുട്ടിക്ക് എന്ത് ചെയ്യാം? അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പട്ടിക ഡൊമൈൻ എടുത്ത് ട്രെയിൻ ചെയ്യും. ട്രെയിനിങ് അതാണ് ഞാൻ പറഞ്ഞ കാര്യമാണ്. ട്രെയിനിങ് ബാക്കി ഇത് ഓക്കെ. ഇതിന് വേണ്ടി ഗവൺമെന്റ് ഓർഡറിൽ ഗവൺമെന്റ് ഡാറ്റ ബേസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഞാൻ ഗവൺമെന്റ് ഓർഡർ എടുക്കാം. ഡാറ്റ എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് സിമ്പിൾമാനല്ലേ കഷ്ടപ്പെടുന്നതല്ലേ എല്ലാം ഓക്കെ. ഓക്കെ, സോ ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് സെക്ഷൻസ് കൊടുക്കാം. ഡൊമൈൻ ബേസ് ഇത് ട്രാൻസ്ലേഷൻ മാത്രമല്ല ചെയ്യാം. ആദ്യം നടക്കുമ്പോൾ ഇപ്പോഴും അതിന്റെ പേപ്പറുകൾ അക്സെപ്റ്റ് പേപ്പറുകളൊക്കെ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മോഡല് ക്രെഡിറ്റ് ചെയ്യുന്ന സാധനം എത്രത്തോളം നല്ലതാണ്. പരിപാടി പല വിളിക്കുമ്പോൾ നിങ്ങൾ
എല്ലാവരും നോർമലി ഞാൻ പലർക്കും പോകുമ്പോൾ NLP ആരംഭിക്കും ചെയ്യുന്ന ഉദ്ദേശമാണ് നിങ്ങൾക്ക് ഇത്രയും കഴിവ് കഴിയുമ്പോൾ കിടക്കുന്നതാണ് എന്താ വിഷയം എനിക്ക് ഇമേജിലേക്ക് ഒന്നും കിടക്കണം വളരെ പാടുന്നല്ല എല്ലാ സാധനം 90 ഇമേജിന്റെ ഇമേജ് അല്ല പിന്നെ വീഡിയോ ടെക്സ്റ്റ് ടു വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അല്ലെ ടെക്സ്റ്റ് ടു ഇമേജ് OCR കേട്ടിട്ടുണ്ടോ എന്താ ചെയ്യുന്നത് എങ്ങനെ അതായത് ഇമേജ് ആയിട്ടുള്ള ലൈക്ക് ദ പ്രോബ്ലം ഓഫ് ഇമേജ് ടു ടെക്സ്റ്റ് റൈറ്റ് ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പകരം ടെക്സ്റ്റ് ഉണ്ടാകും ഇപ്പൊ നമ്മൾ PDF മാത്രം നമുക്ക് PDF എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ നോർമലി PDF എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിൽ നിന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ PDF നമ്മൾ ഒരു ഇമേജ് ആക്കി ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റർ മാത്രം സാധാരണ അതില് ഇംഗ്ലീഷ് ഉണ്ട് നാളെ എനിക്ക് തോന്നുന്നു കൊടുക്കുമ്പോ നമ്മുടെ ഇതിന്റെ ബേസിൽ നമ്മളത് പാർട്ട് അവരെ നമുക്ക് പാർട്ടോ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ചോദിച്ചു ഇത് ഉള്ള പ്ലോയായിട്ട് തന്നെ കേപ്പബിൾ ആണെങ്കിൽ പ്ലോയായിട്ട് തന്നെ പ്രോജക്റ്റില് ഓക്കെ മനസ്സിലായോ നിങ്ങൾ NLP ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ PG-കാരൊക്കെ ആണെങ്കിൽ ടൈമായി വരുന്നേ ഉള്ളൂ കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു ഓവർ ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വെക്കുക ജോലിക്ക് പോകണമെങ്കിൽ ക്ലാസ് വരും കേട്ടോ നിങ്ങൾ എല്ലാവരും മീറ്റിംഗ് ആണോ ഇത് കോഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞ തന്നെ ഇന്റർവ്യൂവിന് ആവണേ ഏത് യൂണിവേഴ്സിറ്റിയാണ് ഇത് കുറവാണ് NLP-യുടെ കോഴ്സ് ചെയ്ത് കുറവാണ് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് എന്നാലും കുറവാണ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിനനുസരിച്ച് ഇതേപോലെ ഇന്റർവ്യൂവിന് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നില്ല ബാക്കിയുള്ളവർക്കാണെങ്കിൽ റിസൾട്ടിലേക്ക് പോകുമ്പോഴത്തേന് ഇപ്പം എനിക്ക് ഡാറ്റ കിട്ടാനായിട്ട് വഴിയാണ് മെഡിക്കൽ ഡാറ്റ അങ്ങനെയുള്ള
ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്യാപ്പ് ചെയ്യണം. എത്തിക്കുന്നില്ല നമ്മള് ആൾക്കാരെ ഇമേജ് മാത്രമല്ല എടുക്കുന്നുള്ളൂ, ആളുടെ പേര് വെച്ചിട്ടൊന്നും റേഞ്ച് ചെയ്തൊന്നുമില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നാട്ടിൽ വേറെ എന്തെങ്കിലും കഴിയും താങ്കൾ ആൾക്കാർക്ക് അവർക്ക് കുറെ ടവർ എടുക്കണം. സോ നിങ്ങൾ തേടി കണ്ടുപിടിക്കുകയാണ് ബുദ്ധിമുട്ട് അതേക്കാളും എന്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ സാധനങ്ങളാണെങ്കിൽ ചെറിയ സാധനമായിരുന്നു ചിലയാണ് കേസ് ചെയ്തിട്ട് ചെറിയ സാധനം ഇപ്പൊ ഡീപ് ലേണിംഗിലേക്ക് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ചെയ്താലും നിങ്ങൾക്ക് തന്നെ പഠിച്ചിട്ട് ഡീപ് ലേണിംഗിൽ വേണ്ടി നിങ്ങൾ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും എല്ലാവരും സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ കണ്ടുള്ള എല്ലാ പ്രോസസും ഡീപ് ലേണിംഗ്. പക്ഷെ ആ ഒരു സാധനം സാധാരണ തെറ്റുകാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് ലേണിംഗ് ഇതെത്തുള്ളൂ, പെർഫോമൻസ് തരത്തുള്ളൂ എന്നുള്ളൊരു ധാരണ. പക്ഷെ അങ്ങനല്ല, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഡാറ്റ സെറ്റ് ബേസ് ചെയ്ത് എപ്പോഴും പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഡാറ്റ സെറ്റ് മെഷീൻ ലേണിംഗിൽ ചെയ്തിട്ട് പെർഫോമൻസ് ഇല്ലെങ്കിൽ മാത്രമാണ് ഡീപ് ലേണിംഗിലേക്ക് പോകേണ്ടത്. കാരണം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റിന്റെ കേസിലാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ഡീപ് ലേണിംഗ് സാധനങ്ങൾ പഠിപ്പിക്കുന്നത്. മെഷീൻ ലേണിംഗ് കൂടുതൽ പഠിപ്പിച്ചാൽ പോലെ. പക്ഷെ എന്തുകൊണ്ടാണ് അത്ര ടീച്ചേഴ്സ് എടുക്കാൻ പറ്റില്ല. ഒരു റൂൾ ബേസ്ഡ് ആയിട്ട് നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം മെഷീൻ ലേണിംഗ്. ടെസ്റ്റിൽ നമുക്ക് അത്രയും പറഞ്ഞു കൊടുക്കാനുള്ള ഇൻഎഫിഷ്യൻസി കൊണ്ടാണ് നമ്മൾ ന്യൂറായിട്ട് ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ കയ്യിലുള്ള ഒരു റോ ഡാറ്റ ഒരു ന്യൂമറിക്കൽ ഡാറ്റ ആണെങ്കിൽ സോൾവ് ചെയ്യാം. ഇതേപോലെ ഇതേപോലെ ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ചെയ്യണം. അതാണ് എന്റെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്തപ്പോ തന്നെ എന്നിട്ട് രഹസ്യം ആണെന്ന് കിട്ടിയപ്പോ കണ്ടു ചെയ്യിപ്പിച്ചു. ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞിട്ട് LFT ആണ് ഇഷ്യൂ ആണ്. കാരണം ഡീപ് ലേണിംഗ് ആണ് നമ്മൾ നേരിട്ട് കൊടുത്താലും അത് ഓവർസിംഗിളായി പെർഫോമൻസ് ഇല്ല. പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഏത് ചൂസ് ചെയ്യണം. അതാണ് ഞാൻ നമ്മൾ ബേസിക്സിന് ഇതിലേക്ക് പോകുന്നത്. ഡയറക്റ്റ് 5 ദിവസം കൊണ്ട് 5 ദിവസമേ ഉള്ളൂ. നമുക്ക് നിങ്ങളെ ഡയറക്റ്റ് ഡീപ് ലേണിംഗ് എടുത്തേക്കാം. 10 ദിവസം കൊണ്ട് ഒരു ഇഷ്യൂ വരാൻ. സോ ഇതാണ് നമ്മുടെ ക്ലൗഡ്. നെക്സ്റ്റ് വരുന്നതാണ് ലൈക്ക് വേറെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കിട്ടുകയാണ്. ഞാൻ ഏറ്റവും പോകുന്നതല്ലേ പോകുന്നില്ല. അല്ലെ കഴിഞ്ഞ റെബിറ്റാണെങ്കിൽ ഡാറ്റാ സെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തായാലും
ചെയ്തിട്ട് വെറുതെ അവിടെ വെക്കുക. ഡോക്ടറേറ്റ് നോക്കാൻ പിന്നെ അത് വെച്ചാൽ അതിനകത്ത് പിന്നെ നോക്കാനും പോകും. ഓക്കെ, ഫാസ്റ്റ് നല്ലോ. ഓക്കെ, അപ്പൊ പേരൊന്നല്ലേ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേൾഡ് വെക്ടർ ഫോർ 157 ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യോ. കണ്ടോ, ഇത് താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറെ ലാംഗ്വേജസ് കാണാൻ പറ്റും. ലാംഗ്വേജസ് ഉണ്ട്, ബെൽറ്ററിന്റെ ടെക്സ്റ്റും ബിൻഫൈലുമാണ് കേട്ടോ. പിന്നെന്താ ബൈനറി ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന മോഡലിൽ ബൈനറി ഫയൽസ് ആണ് കേട്ടോ. ഓരോ ലാംഗ്വേജിന്റെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് നിങ്ങൾ പോയി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, അതിന്റെ കോഡ് നിങ്ങൾക്ക് മോഡലിൽ തന്നെ ഉണ്ട് കണ്ടോ. നിങ്ങളുടെ നോക്കി പൈത്തൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കമാൻഡ് ലൈൻ ആണ്. കമാൻഡ് ലൈൻ എന്താ നമുക്ക് ഭാഷനകത്തൊക്കെ നമ്മൾ ക്ലിക്കായിട്ട് കൊടുക്കുന്നത്. പൈത്തൺ വേണമെങ്കിൽ പൈത്തണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത് കാണാം. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വരും കേട്ടോ. ഇതിലൂടെ ലൈബ്രറിയാണ്. ഇത് കണ്ടോ, cc.en.reham.pin. നിങ്ങൾക്ക് ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയലിനെ ഇവിടെ കോൾ ചെയ്താണ്. സെയിം മെത്തേഡ് ഗ്ലോബിൽ നമ്മൾ ചെയ്തുകൊണ്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ ENT ആണ്. മലയാളത്തിൽ എനിക്ക് കുറച്ച് കൊടുക്കണം. ഇവിടെ ML കൊടുക്കുക. ML മലയാളത്തിന്റെ 4.96, ഇംഗ്ലീഷിന്റെ അപ്പോഴും 2.8. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇമേജിനാണോ ടെക്സ്റ്റിനാണോ? ഇമേജിനാണോ ടെക്സ്റ്റിനാണോ ഈടായിട്ടാണോ? ഞാൻ ഒരേപോലെ എന്ത് ഞാൻ ഡാറ്റയിലൊന്നും പറഞ്ഞു. പിന്നെ അത് തന്നെ ഡാറ്റ പോലെ ഇരിക്കും. അപ്പൊ ഏതാ നമുക്ക് ഒരു ടെക്സ്റ്റിന്റെ പ്രോസസ് ചെയ്യും, ഇമേജിന്റെ പ്രോസസ്, ഇമേജ് അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ഈ പറഞ്ഞത് സ്റ്റോറേജാണല്ലോ. സ്റ്റോറേജ് എങ്ങോട്ടാ പോകുന്നത്? പ്രോസസ് ചെയ്യുന്ന റാമിലേക്കാണ് പോകുന്നത്. നമ്മളിത് അറിയണ്ടേ? നിങ്ങളൊരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യുന്ന സമയത്ത് കോഡ് ചെയ്യും. ഇങ്ങനെ വരും. ഇതെന്താ ഔട്ട്പുട്ട്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ ചെയ്തതെല്ലാം വേറെ എന്തുണ്ട് GP ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴും ഒരു GP എല്ലാം ലിമിറ്റ് ഉണ്ട്. 32 GB ഞാൻ നമ്മൾ GPU ട്രെയിൻ ചെയ്യുന്ന സമയത്ത്
ഭയങ്കരമായിട്ട് ഹീറ്റാവും. ഹീറ്റായിട്ട് സർവ്വറും കത്തിക്കാൻ വേണ്ടിയിട്ട് തനിയെ നോക്കാം. ഞാൻ ചെന്നിട്ട് ഇതിന്റെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ 60,000 എന്നിട്ടാണ് അപ്പൊ അതിനകത്ത് സ്റ്റാഫ് ഉണ്ടാകാം. അപ്പോ നമ്പർ ഫ്രണ്ട് ഒക്കെയാണ് പോകുന്നത്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആക്കാനായിട്ടുണ്ട് സെൻസറുണ്ട്. അതുകൊണ്ട് തന്നെ കൺട്രോൾ ജിപി ഉണ്ടെങ്കിൽ പ്രശ്നം നമ്മൾ വീട്ടിൽ കസ്റ്റമൈസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളവിടെ ഇതിൽ കൂടെ ഒന്നുമില്ല. അതിന് വേണ്ടിയിട്ട് പഠിക്കണം. പിന്നെ ഞാൻ പഠിക്കണം, പിന്നെ പഠിക്കണം, പഠിക്കണം, ലൈബ്രറി പാഠമൊക്കെ കേട്ടുണ്ടോ? പാഠത്തല്ലേ പഠിക്കുന്നത്? പാണ്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ കൂടുതലായിട്ട് വലിയ വ്യത്യാസം പക്ഷെ ഈ പറഞ്ഞത് സ്പേസ് സീലൊക്കെ എഴുതുക. മാക്സാണ് നമ്മൾ സീ പഠിക്കുന്നത്. സോ പൈസ്പാർക്ക് എന്താണ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് പിന്നെ പ്രോഗ്രാം ലാംഗ്വേജ് ഏതൊക്കെ അറിയാം? നമ്മൾ കുറെ സാധനങ്ങൾ ആദ്യം പ്രശ്നമാണ്. ഭയങ്കര ഘടനാണ്. വേണമെങ്കിൽ ട്രൈ ചെയ്യുന്ന സാധനമാണ് മോജോ. മോജോ എന്ന് പറഞ്ഞത് പൈസന്റെ അതേ നോട്ടും പൈസനായിട്ടൊക്കെ ഉള്ള വ്യത്യാസമൊക്കെ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞത് പൈസനാണ് ഏറ്റവും നല്ലത്. ലൈക്ക് സ്റ്റോറേജിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പൈസ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് ആണ്. സിയുടെയും ജാവയുടെയൊക്കെ വെച്ചിട്ടുള്ള അബ്സ്ട്രാക്ട് ആണ് പറഞ്ഞത്. നമ്മള് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്നോണ്ടാണ് നമ്മളൊരു ലൂപ്പ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് അബ്സ്ട്രാക്ട് ആണ്. ബാക്കിയുള്ള ലാംഗ്വേജ് അത്ര അബ്സ്ട്രാക്ട് ഇല്ല. പക്ഷെ പറഞ്ഞുകൊണ്ട് എന്താ മെമ്മറി മെമ്മറി ഡിഫോൾട്ട് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മളൊരു 8x3 സിമ്പിൾ വേരിയബിൾ 8x3 വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് ഇന്റിജർ 32 ബിറ്റ്. സിയിലൊക്കെ ആണെങ്കിൽ അത് 8 16 ഒക്കെ സ്റ്റോർ ചെയ്യും. ഡിഫോൾട്ടാണ്. അപ്പോൾ വിഷയം വെച്ച് കഴിഞ്ഞാല് പൈത്തൺ എസ്പെഷ്യലി മാത്സ് വേറെ ബാക്ക്ഗ്രൗണ്ട് മോജോ കുറച്ച് നാളായിട്ടുള്ള ഓപ്പൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അറിയാം എന്ന് പറയുന്നത് ഇങ്ങോട്ട് മോജോ പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ പ്രൊഫൈല് കുറച്ചുകൂടെ യൂണിക് ആയിരിക്കും. ഇപ്പൊ നമ്മളെ ആ ഒരു കൊടുത്തില്ലേ ടി വി ആയിരിക്കും ആഡോ ചെയ്യുന്ന പുതിയ സാധനമുണ്ട്. എനിക്ക് ഓക്കെ. സോ ഇങ്ങനെ കുറച്ച് പുതിയ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. കുറച്ച്
കുറച്ച് സാധനങ്ങൾ അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സൈറ്റ് മെയിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഒരു ഭാഗത്തേക്ക് നമുക്ക് അറിയാനുള്ളൊരു സാധനം വരുമ്പോഴത്തേക്കും നമുക്ക് മേബി അറിയത്തില്ല. ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് തരും. ഇവിടുത്തെ പ്രശ്നമാണ് ഭയങ്കരമായിട്ട് ഡെയിലി പഠന സമയത്ത് തന്നെ 10-20 ഇത് നമ്മൾ അറിയണം. ഡാറ്റാബേസ് പഠിക്കുന്നൊരു ഡാറ്റാബേസ് പഠിച്ചാൽ സമയം ഒരു വർഷം സമയമല്ലേ, 1 മണിക്കൂർ മാറ്റിയിട്ടാണ്. അതിനൊന്നും വേണ്ട, 1 മണിക്കൂർ ഈ പറഞ്ഞ ബാക്കി കോൺടെക്സ്റ്റിലെ കാണാലോ. വ്യക്തികളുടെ പേരുകളൊക്കെ നമ്മൾ ഈ മോഡലിൽ ലോഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തൊക്കെ മോഡലിൽ ലോഡ് ചെയ്യും. ഇനി ഓരോന്നാണ് നിന്റെ ഡയമെൻഷൻസ് റെഡ്യൂസ് മോഡൽ ഡയമെൻഷൻസ് റെഡ്യൂസ് ചെയ്യാം. പിന്നെ കിട്ടുന്ന ഡയമെൻഷൻ കമ്പനിയിലായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ ബെസ്റ്റ് നിയറസ്റ്റ് പേര്. ഇത് ജസ്റ്റ് വേണ്ടത്ര അത്രമാണ്. 10 രൂപ അതുകൊണ്ടാണ് 100 രൂപ ഉണ്ട്. പിന്നെ നിയറസ്റ്റ് ആകുമ്പോഴത്തേക്ക് പറഞ്ഞ ഏതൊരു വേണം ആ വേട് എത്ര രൂപ ബന്ധപ്പെട്ട് ചെയ്യുന്നു. പിന്നെ മോഡലായിട്ട് പിന്നെ യു എന്ന് പറയുന്ന സാധനം പോയിന്റ് ആണ്. ഞാൻ ഇത്രയും ബന്ധപ്പെടും നിയറസ്റ്റ് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ ഇതിനെ സേവ് ചെയ്യാം. ഡയമെൻഷൻ കുറച്ചിട്ട് സേവ് ചെയ്യുന്ന വ്യക്തികളുടെ സേവ് മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വന്ന് നടക്കും ഈ ഒരു കോഡ് എക്സ്പോർട്ട് മോഡലിൽ സേവ് ചെയ്തിട്ടില്ല. നിങ്ങൾ കൊളാറാണ് റൺ ചെയ്യുന്നത്. കൊളാർ എടുത്ത് റൺ ചെയ്യുകയാണെങ്കിൽ ബാക്ക് എടുത്ത് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ടെർമിനൽ എടുത്ത് റൺ ചെയ്യാം. ഇതാണ് ടെർമിനൽ. ഞാൻ ഈ വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡർ വന്നിട്ട് ഞാൻ ഇവിടെ ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ട് ഇവിടുത്തെ പൈത്തൺ ഫയലാണ് ഞാൻ വെക്കുന്നത്. ഇത് ഞാൻ വീഡിയോസ് എന്ന് പറഞ്ഞ ഡയറക്റ്റ് നിൽക്കുക. ഇതാണ് എൻ്റെ വീഡിയോ. അപ്പൊ ഇവിടെ നടക്കും. അവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ലോഗ് ചെയ്യണം. ഇത് ഇവിടുന്ന് വീണ്ടും ഡൗൺലോഡ് ചെയ്യണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റേ ഗൂഗിളിലെ ഡൗൺലോഡ് ചെയ്യും. സെയിം പാറ്റേൺ തന്നെയാണ്. ഡോണ്ട് ഗെറ്റ് വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡിന്റെ വ്യത്യാസം അല്ലെങ്കിൽ ആ സെന്റൻസ് കൊടുത്തിട്ട് മെയിനായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതിന്റെ കാര്യമാണ്. ഇത് വർക്ക് ചെയ്യുന്നത് സിമിലാരിറ്റി മെഷർ വെക്കുക. സിമിലാരിറ്റി കേട്ടുണ്ടോ? കൊസൈൻ സിമിലാരിറ്റി കേട്ടുണ്ടോ? ഇല്ല. കേട്ടതാറിലുണ്ടോ? ഏതാണ്ട് വന്നിട്ടുണ്ട്. വയനാട് വന്നുകൊണ്ട് പോസ്റ്റിന്റെ വാല്യൂ അവിടെ നിന്ന് തുടങ്ങും. ഞാൻ ചോദിക്കുന്ന അവിടെ
ഇങ്ങോട്ട് വന്ന് വൺ ടു സീറോ. നിങ്ങളുടെ നാട്ടിൽ വണ്ണായിട്ടാണ് മൈനസ് 1 to 1. സൈൻ്റെ വാല്യൂ സൈൻ വലിയ റിസർച്ചാണ്. അതിന്റെ നല്ല അപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് വലിയൊരു അതിന് മാനേജ്മെന്റ് വരണം. സ്റ്റാൻഡില്ല മാക്സിമം പുസ്തകം എടുക്കുന്നുണ്ടോ ആരെങ്കിലും? എടുക്കുന്നുണ്ടോ? എന്തായാലും ഡി എസ് സി മാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വീടിന്റെ അടുത്തുള്ളവരൊക്കെ ഒന്ന് അപ്രോച്ച് ചെയ്യും. മാക്സ് ചൂസ് എടുക്കാവും എന്തായാലും അപ്രോച്ച് ചെയ്യും ഇല്ലേ? കള്ളം പറയാൻ നോക്കണ്ട ഇല്ലേ? എന്നിട്ട് എടുത്തു കൊടുക്കാറുണ്ടോ? ഓക്കെ നമ്മുടെ കൊസൈറ്റില്ലേ റൈറ്റാണ് ഇരിക്കേണ്ടത്. ഇപ്പൊ റൈറ്റാണ് നമ്മുടെ കോസിറ്റി ആകുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റൻ ബൈ ഒരു ആംഗിൾ നമ്മൾ വരയ്ക്കുക. പിന്നെ തീറ്റ ആണെങ്കിൽ എടുക്കും ഓക്കെ. ഇത് 90 ഡിഗ്രി. ഇവിടെ തീറ്റ ആണെങ്കിൽ കോസിറ്റി ഏതാ? AC ഇല്ല പറഞ്ഞു AB by BC. AB ആണ് AC by B ആണ്. ഓക്കെ. ഇവിടെ നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു നമ്മുടെ ഇവിടെ എയും ബി നിങ്ങൾ പറഞ്ഞില്ലേ, അതിന് പകരം ഞാൻ എക്ക് പകരം ഒരു ആഫ്റ്റർനൂൺ ജോലി. അപ്പോ ഇവിടെ ഈ പറയുന്ന ആംഗിൾ അതിന്റെ പോസിറ്റീവ് എടുക്കും. പോസിറ്റീവ് എങ്ങനെ? ഈ ഒരു റേഷ്യോ എനിക്ക് എടുക്കുന്നത്. ഈ റേഷ്യോയുടെ വാല്യൂ ആയിരിക്കും രണ്ടെണ്ണം കാണത്തുള്ളൂ. രണ്ട് എന്താണ് നോട്ട്സ് ആണ്. ഈ നോടാണ് ഇത് മാത്രം ആർബിട്രേറ്റ് ആണ് 90 ഡിഗ്രി വെക്കുന്നത്.
ഇതാണ് ചോദിക്കാൻ പഠിക്കുന്നത്. ഇത് തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാനായിട്ട് രണ്ട് ടെക്സ്റ്റുകൾ തമ്മിലുള്ള ബന്ധം സിമിലാരിറ്റി സൂചിപ്പിക്കുന്ന ഒരു മെഷറാണ് കൊസൈൻ സിമിലാരിറ്റി. അത് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ അല്ലേ? സെയിം സാധനം നമ്മൾ ഇതിനെല്ലായിടത്ത് ഡയമെൻഷനിലോട്ട് ഇടുന്നു. എന്നിട്ട് രണ്ട് വാല്യൂസ് തമ്മിലുള്ള എന്ത് ചെയ്യുന്നു? അതിന്റെ വാല്യൂ ഈ വാല്യൂസ് ഇത് വേറൊരു സെപ്പറേറ്റ് മറ്റേതിനകത്ത് കണ്ടു കാണില്ല. സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങിയാണ് ഇതെങ്ങനെ ഓരോരുത്തരും ഗമത്തിൽ ഇരിക്കുന്നു. ഈ പറഞ്ഞുകൊണ്ട് ഹെവിയാണ് മോഡൽ മലയാളം നല്ല ഔട്ട്പുട്ട് തരുന്നതാണ് മലയാളത്തിൽ കിട്ടുന്ന വളരെ കുറവ്. മലയാളത്തിൽ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ലിസ്റ്റ് നിങ്ങൾ നോക്കിയേ. നമ്മൾ അതിനെ ഉദ്ദേശിച്ചില്ലാത്ത അതുകൊണ്ട് ഇംഗ്ലീഷിനൊക്കെ ഉണ്ട്. എന്നാലും നമ്മളീ പറയുന്ന ദേശീയ മലയിൽ കൊങ്ങിണി അറിയോ? കൊങ്ങിണി രണ്ടും സംസാരിക്കുന്നു. ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു ധാരാളം ആൾക്കാർ സംസാരിക്കുന്നു. നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേര് ഇവിടെ നോക്കിയാൽ കാണാം. സാൻസ്ക്രിറ്റ് വരെ ഉണ്ട്. അറിയോ? തെലുങ്കു, ഹിന്ദി, തമിഴ്, ഇപ്പം എന്താർക്കെങ്കിലും ലാംഗ്വേജിലൊക്കെ ഫാസ്റ്റ് നമുക്ക് അറിയുന്നത് പറഞ്ഞോ. ചോദിച്ചാൽ ഫാസ്റ്റ് ചെയ്യണമെന്ന് ചെയ്യാം. നിങ്ങൾക്കൊരു ഒരു വേവ് പ്രൊഡിക്ഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ഒരു ചെറിയ ചെറിയ ഒരു സെന്റൻസ് കൊടുക്കും. വേർഡുമായിട്ട്
പേര്
ചെയ്യും.